എല്ലാവർക്കും സ്വാഗതം. ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകളുടെ അഡ്വാൻറ്റേജുകളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റുകളുടെ ഒരു പ്രത്യേക കാറ്റഗറിയാണ് ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ. അതായത് കക്കൂസുകളുമായി ബന്ധിപ്പിച്ച് ബയോഗ്യാസ് പ്ലാന്റുകൾ എങ്ങനെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാം, അല്ലെങ്കിൽ മനുഷ്യ വിസർജ്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പ്രധാന സംഗതിയായി ഞാൻ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ ലഭിക്കുന്ന അഡ്വാൻറ്റേജ് നിരവധിയാണ്. ഒന്ന്, സാധാരണഗതിയിൽ മറ്റേതൊരു ജൈവവസ്തുവും പോലെ തന്നെ മനുഷ്യ വിസർജ്യ സംസ്കരണത്തിന് ശേഖരിക്കുന്ന സെപ്റ്റിക് ടാങ്കുകളിലോ അല്ലെങ്കിൽ ഇത് പൊതു സംസ്കരണശാലയിലേക്ക് ഒഴുക്കി വിടുന്ന ഡ്രെയിനേജ് സിസ്റ്റംസിലോ എല്ലാം ഈ ജൈവമാലിന്യങ്ങൾ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കുകളിൽ ശേഖരിക്കുമ്പോൾ ആ ടാങ്കുകളിൽ നിന്നും ജൈവ വിഘടനം നടന്ന് ബയോമിഥനേഷൻ നടന്ന് ജൈവവാതകം അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നതിന് ഇടയാകും. അതായത് ഏകദേശം ഒരു 5 അംഗങ്ങളുള്ള വീട്ടിൽ ഒരു 54 ക്യൂബിക് മീറ്റർ ബയോഗ്യാസ് ഒരു വർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 54 ഘനമീറ്റർ ബയോഗ്യാസ് എന്ന് പറയുന്നത് ഏകദേശം 27 കിലോഗ്രാം LPGക്ക് തുല്യമാണ്. അപ്പോൾ ഒരു ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റ്, സാധാരണ വാട്ടർ ജാക്കറ്റ് മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകളാണ് ടോയ്ലറ്റ് ലിങ്ക്ഡ് പ്ലാന്റുകളായിട്ട് ഉപയോഗിക്കുന്നത്. ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകളിൽ 2 ഇൻലെറ്റ് ഉണ്ടാവും. ഒന്ന് ടോയ്ലറ്റ് ലൈൻ കണക്ട് ചെയ്യുന്നതും മറ്റൊന്ന് ഫുഡ് വേസ്റ്റ് ഫീഡ് ചെയ്യുന്നതിനും. ഏതൊരു ഗുണഭോക്താവിന് താല്പര്യമുണ്ടെങ്കിലും ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാവുന്നതാണ്. എന്നാൽ ഇത് കൂടുതലായി ഉപയോഗിച്ച് വരുന്നത് വാട്ടർ ലോഗിങ് ഏരിയയിൽ ട്രഡീഷണൽ സെപ്റ്റിക് ടാങ്കുകൾ നിർമ്മിക്കാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല ഒരു ബദൽ സംവിധാനമാണ് ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ എപ്പോഴും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അനുയോജ്യമായ അളവിൽ താഴ്ത്തി സ്ഥാപിക്കുന്നതിനും ഡ്രെയിനേജ് ലൈൻ പ്ലാന്റിൻ്റെ ഇൻലെറ്റിലേക്ക് സ്മൂത്തായിട്ട് കണക്ട് ചെയ്യുന്നതിനും ഉള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതിന് അസൗകര്യം ഉണ്ട് എങ്കിൽ അത്തരം കേസുകളിൽ ടോയ്ലറ്റ് ലിങ്ക്ഡ് പ്ലാന്റ് കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്ഥാപിക്കണമെങ്കിലും സ്ഥാപിക്കാവുന്നതാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഒരു പിറ്റ് തയ്യാറാക്കി ലൈനിന് കണക്ട് ചെയ്യാൻ അനുയോജ്യമായ താഴ്ചയിൽ പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ മതിയാകും. അപ്പോൾ ഒരു ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ അത് ദീർഘകാലം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമുക്ക് സാധാരണ ഒരു ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻകത്തേക്കാൾ കൂടുതൽ വരുമാനം അല്ലെങ്കിൽ കൂടുതൽ ബയോഗ്യാസ് ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് കണ്ടുവരുന്നു. ഇത് സാനിറ്റേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായകരമാണ്. ട്രഡീഷണൽ സെപ്റ്റിക് ടാങ്കുകൾ നിറഞ്ഞ് ഓവർഫ്ലോ ചെയ്യുന്ന ഒരു സാഹചര്യം ഒരിക്കലും ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായി അത് പരിസ്ഥിതി മലിനീകരണം കൂടാതെ സുവേജ് ട്രീറ്റ്മെൻറ്റിന് ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഫാമിലി സൈസ് ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്നും എങ്ങനെ കൂടുതൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? ഫാമിലി സൈസ് ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്നും 3 വിധത്തിലാണ് വരുമാന സാധ്യതയുള്ളത്. ഒന്ന്, പ്ലാന്റിൽ നിന്നും ദിവസേന സൗജന്യമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ബയോഗ്യാസ് ഉപയോഗിക്കുക വഴി LPGയുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് സാധിക്കുന്നു. ഏകദേശം 50% LPG ലാഭിക്കുന്നതിന് ബയോഗ്യാസ് പ്ലാന്റുകൾ സഹായിക്കുന്നു. രണ്ടാമതായി, പ്ലാന്റിൽ നിന്ന് സംസ്കരണം കഴിഞ്ഞ് ലഭിക്കുന്ന ജൈവവളം കാർഷിക ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ജൈവ പച്ചക്കറി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാൻ സാധിച്ചാൽ അതിലൂടെ പച്ചക്കറിക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം ലാഭിക്കുന്നതിന് സാധിക്കുന്നുണ്ട്. ഇത് പച്ചക്കറികൾക്ക് മാത്രമല്ല, എല്ലാത്തരം സസ്യങ്ങൾക്കും വളമായിട്ട് ജൈവ സ്ലറി ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും പുതിയ ന്യൂസ് അനുസരിച്ച് 1 കിലോഗ്രാം വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾ അത് സംസ്കരണത്തിനൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെങ്കിൽ 7 രൂപ നിരക്കിൽ പണം കൊടുത്തിട്ട് മാത്രമേ വേസ്റ്റ് സംസ്കരിക്കാനൊക്കൂ. എന്ന് പറയുമ്പോൾ ഒരു ദിവസം 2 കിലോഗ്രാം വേസ്റ്റ് ഉള്ള ഒരു വീടാണെങ്കിൽ 14 രൂപ പ്രതിദിനം വേസ്റ്റ് സംസ്കരണത്തിനായി കൊടുക്കണം. എന്ന് പറയുമ്പോൾ ഓരോ മാസവും ഒരു നിശ്ചിത തുക നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരും. അത് ഒരു വാർഷിക അടിസ്ഥാനത്തിൽ കണക്കാക്കുകയാണെങ്കിൽ വലിയൊരു തുകയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോൾ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും സേവ് ചെയ്യാൻ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ സാധിക്കും. ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെക്കുറിച്ച് ഞാൻ പരാമർശിച്ചെങ്കിലും അത് ശരിയായ വിധത്തിൽ നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഒരു ഗുണഭോക്താവ് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റിന് അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് കാര്യക്ഷമമായി സംസ്കരിക്കാൻ അനുയോജ്യമായ വലിപ്പമുണ്ടെങ്കിൽ ആയിരിക്കും അതിൽ നിന്നും പരമാവധി വരുമാനം ലഭിക്കുന്നത്. അതല്ലാതെ വളരെ വലിപ്പം കുറഞ്ഞ പ്ലാന്റ് സ്ഥാപിച്ച് അതിൽ കൂടുതൽ വേസ്റ്റ് സംസ്കരിച്ചാൽ വരുമാനം ഉണ്ടാകുന്നതിന് പകരം സാമ്പത്തിക നഷ്ടമായിരിക്കും ഉണ്ടാവുക. അത് ഒഴിവാക്കുന്നതിന് ശരിയായ വലിപ്പത്തിലുള്ള പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ 3 തരത്തിലുള്ള വരുമാനം ലഭിക്കുന്നു. അതായത് പാചക ഇന്ധനത്തിൻ്റെ അതിനുവേണ്ടി മുടക്കുന്ന പണത്തിൻ്റെ ലാഭം, ജൈവ വളത്തിൻ്റെ ലഭ്യത, വേസ്റ്റ് സംസ്കരിക്കുന്നതിനുള്ള സാമ്പത്തിക ചെലവിൽ നിന്നും ഒഴിവാകാൻ സാധിക്കുന്നു. ഇങ്ങനെ 3 തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് പരമാവധി 3 വർഷത്തിനുള്ളിൽ ഈ 3 നേട്ടങ്ങളും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ 3 വർഷത്തിനുള്ളിൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി മുടക്കിയ പണം മുഴുവനും തിരിച്ച് ലഭിക്കും. എന്ന് മാത്രമല്ല അടുത്ത ഒരു 10-20 വർഷം ഈ പ്ലാന്റ് സൗജന്യമായി ഈ വരുമാനം നമുക്കുണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കും. അത് കൺസിഡർ ചെയ്ത് അനുയോജ്യമായ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ബയോഗ്യാസ് ഉപയോഗിക്കുന്നവർക്ക് അത് അനുയോജ്യമായ വലിപ്പത്തിലല്ല എന്ന് തോന്നുന്നെങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ട് ശരിയായ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശം നൽകുന്നതിന് ബയോടെക്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.